ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ആം ആദ്മി പാർട്ടിയെയും കെജ്രിവാളിനെയും പ്രതികളാക്കി ഇ ഡി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. കേസിൽ 8ാമത്തെ കുറ്റപത്രമാണ് ഇ ഡി സമർപ്പിക്കുന്നത്. ബി ബാലഗോപാലുണ്ട്. ബാലു, വളരെ പ്രസക്തമായ നടപടിയിലേക്ക് നീങ്ങുന്നു. ആം ആദ്മി പാർട്ടിയും പ്രതിപ്പട്ടിയിലേക്ക് വരുന്നു. എന്തൊക്കെയാണ് ഈ കുറ്റപത്രത്തിലെ വിവരങ്ങൾ? ആം ആദ്മി പാർട്ടിയെ കേസിലെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് ഇത് ആദ്യമായിട്ടാണ്. നേരത്തെ തന്നെ ആം ആദ്മി പാർട്ടിയെ ഈ കേസിലെ ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുമെന്ന് ഇ ഡി സുപ്രീം കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇന്ന് നൽകിയിരിക്കുന്ന 8ാം കുറ്റപത്രത്തിലാണ് അരവിന്ദ് കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയും ഈ കേസിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അരവിന്ദ് കെജ്രിവാൾ ഈ ഇ ഡി അറസ്റ്റിനെതിരെ നൽകിയിരുന്ന ഹർജിയിൽ ഇന്ന് സുപ്രീം കോടതിയിൽ വാദം കേൾക്കൽ അവസാനിച്ചിട്ടുണ്ട്. ഈ കേസ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് വിധി പറയാനായി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. കോടതി ഇന്ന് ഈ വേനൽ അവധിക്കായി അടയ്ക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വേനൽ അവധിക്ക് ഇടയിലോ അതല്ല എങ്കിൽ വേനൽ അവധിക്ക് ശേഷമോ മാത്രമായിരിക്കും ഈ അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജിയിൽ സുപ്രീം കോടതി വിധി പ്രസ്താവം നടത്തുക. ശരി, ബാലുവാണ് വിവരങ്ങൾ നൽകിയത്.